ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷേലാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പക്കോട കടിയാണ്. ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവാണ് എടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടി ചേർക്കുകയാണ്. പിന്നെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ 1 കപ്പോളം മോരും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം മോരും കൂടി ചേർത്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കടലമാവ് കുറച്ച് കുറവായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റോളം മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇവിടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ പൊട്ടി വരുന്ന നേരം കൊണ്ട് ഇതിലോട്ട് നല്ല ജീരകവും കൂടി ചേർത്തിട്ട് കടുകും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം ചൂടായി വരുന്ന നേരത്ത് നമുക്കിതിലോട്ട് സവോളയും വേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. സവോളയൊക്കെ ഇപ്പം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ നേരം കൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് കൊണ്ട് ബജ്ജി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇവിടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബജി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നേരത്തെ ഉണ്ടാക്കി വെച്ച കടിയും കൂടി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബജി ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്